നമ്മുടെ ചുറ്റുപാടുമുള്ള സ്ത്രീകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എല്ലാ സ്ത്രീകളും ഫേസ് ചെയ്യുന്ന ഒരു ലൈഫിൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നതാണ് ഈ മെനോപോസൽ ടൈം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ചുറ്റോറുള്ള ഒരു 45-55 വയസ്സിൻ്റെ ഇടയിലുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു മെനോപോസൽ ഏജ് ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഇത്തരം ഈ ഒരു ടൈമിൽ കൂടെ ഈ സ്ത്രീകൾ കടന്നു പോകുന്ന സമയത്ത് അവർക്ക് പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് പല പല ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സ്ത്രീ ആവുമ്പോൾ ആ ഒരു ടൈമിൽ ഫേസ് ചെയ്യുന്നത്, അവർക്ക് എന്തൊക്കെ നമ്മൾ സപ്പോർട്ട് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. സ്ത്രീകളിൽ ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനോപോസ് എന്ന് പറയുന്നത് ഒരു 45 മുതൽ 55 വയസ്സ് വരെയുള്ള ടൈമിലാണ് സാധാരണയായിട്ട് കാണാറുള്ളത്. ഗേൾസ് ഒരു പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത ഒരു പീരീഡ്സ് ആവുന്ന ഫസ്റ്റ് പീരീഡ്സ് എന്ന് പറയുന്നത് മെനാർക്കെ എന്നാണ് പറയുക. അതേപോലെ ലാസ്റ്റായിട്ട് മെൻസസ് ആവുന്ന ഒരു ടൈമാണ് മെനോപോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെനാർക്കെ തൊട്ട് മെനോപോസ് വരെ ഒരു സ്ത്രീയുടെ ലൈഫിൽ മുഴുവനായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് ഓരോ മാസം വരുന്ന ഈ ആർത്തവം എന്ന് പറയുന്നത്. ഈ മെൻസ്ട്രുവൽ സൈക്കിള് അത് കറക്റ്റായിട്ട് ഒരു 30 ഡേ സൈക്കിള് കറക്റ്റായിട്ട് പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പല ആളുകൾക്കും പല ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ PCOD പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഈ കറക്റ്റായിട്ട് മെൻസസ് ആവാതിരിക്കുക അല്ലെങ്കിൽ മെൻസസ് ആവുന്നതിൻ്റെ അളവ് കുറയുക, ബ്ലഡിൻ്റെ അളവ് കുറയുക, അതേപോലെ തന്നെ കുറേ ലേറ്റായിട്ടോ അല്ലെങ്കിൽ മുന്നെയോ വരാനായിട്ട് പല പല കണ്ടീഷൻസ് കൊണ്ട് കാരണമാവാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാരണങ്ങൾ താണ്ടിയിട്ട് ഈ ഒരു മെൻസസ് നിൽക്കുക എന്നുള്ള പറയുന്ന സമയത്തേക്ക് ഈ സ്ത്രീകളിൽ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഇതായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകളാണ്. ഉത്കണ്ഠ, അതേപോലെ തന്നെ അവർക്ക് ശാരീരികമായിട്ട് നോക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ താപനില കൂടുന്നത് പോലെയുള്ള ഒരു അനുഭവം ഉണ്ടാവുക, അതേപോലെ എല്ലുകൾക്ക് തേയ്മാനം അല്ലെങ്കിൽ എല്ലുകൾക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന അവസ്ഥ, അതേപോലെ മുട്ടുവേദന പോലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അവർക്ക് കാണാറുണ്ട്. അപ്പോൾ ഈ മെനോപോസ് എന്ന് പറയുന്നത് മുന്നേ കൂട്ടി വരുന്നത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. ഈ 45-55 ഉള്ളിലല്ലാതെ മുന്നേ കൂട്ടി വരുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ അവരുടെ സഹോദരിമാർക്കോ അല്ലെങ്കിൽ അവരുടെ മദറിന് ഇതേപോലെ ഈ വിരാമത്തിൻ്റെ ടൈം ആവുന്നതിന് മുമ്പേ മെനോപോസ് ആയിട്ടുണ്ടെങ്കിൽ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. പിന്നെ എന്തെങ്കിലും ക്യാൻസർ പോലുള്ള കണ്ടീഷൻ കൊണ്ട് എന്തെങ്കിലും തെറാപ്പികൾ ചെയ്തിട്ടുണ്ട്, കീമോതെറാപ്പിയോ റേഡിയേഷൻ തെറാപ്പി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും മുന്നേ കൂട്ടി ബ്ലീഡിങ് നിൽക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി വേറെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഈ യൂട്രസിൻ്റെ ഇഷ്യൂ ആയിട്ട് എന്തെങ്കിലും ഒരു യൂട്രസിലൊരു മുഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഹിസ്റ്ററെക്ടമി അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്ത ആൾക്കാർക്ക് മുന്നേ കൂട്ടി മെനോപോസ് നിൽക്കാറുണ്ട്. പിന്നെ ഇമ്മ്യൂണൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, ഓട്ടോ ഇമ്മ്യൂൺ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്കാണ് അടുത്തത് നേരത്തെ മെനോപോസ് ആവാറുള്ളത്. അവർക്ക് നമ്മുടെ ബോഡീൻ്റെ ഫങ്ഷൻസിനെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി അറ്റാക്ക് ചെയ്യുന്ന ഒരു ഇതാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും മുന്നേ കൂട്ടി മെൻസസ് നിൽക്കാറുണ്ട്. ഇനി ഹോർമോണൽ വ്യതിയാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെ ഒക്കെ അളവ് മുന്നേ കൂട്ടി കുറയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ പെട്ടെന്ന് തന്നെ ആർത്തവം നിൽക്കാനും അതേപോലെ ഈ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിൽക്കാനുള്ള ഒരു കാരണം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ജീവിതശൈലിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടുത്ത മാനസിക സമ്മർദ്ദമുള്ള ആൾക്കാർക്ക് ഈ ഒരു പീരീഡ്സിനെ ഒരു സപ്രസ് ചെയ്യുന്ന പോലെ കാണാറുണ്ട്. അതേപോലെ പോഷകാഹാരക്കുറവുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഈ ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ അയൺ കുറവായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ബ്ലീഡിങ് പെട്ടെന്ന് നിൽക്കാൻ അല്ലെങ്കിൽ അനീമിയ പോലുള്ള ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ 55 വയസ്സാവുമ്പോൾ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു ആർത്തവിരാമം ഉണ്ടാവുന്നത്, അതിനോടനുബന്ധിച്ച് കൂടുതൽ സിംറ്റംസ് ഉണ്ടാവുന്നത് എന്നുള്ളത് നോക്കാം. സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന 2 ഹോർമോണുകളാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. അപ്പോൾ ഇവർ ഈ ആർത്തവ വിരാമം സംഭവിക്കുന്ന സമയത്ത് ഈ ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കുറയാണ് ചെയ്യുക ശരീരത്തിൽ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ആക്ടിവിറ്റീസ് ഒന്നും നടക്കാതിരിക്കുകയും അതുവഴി മെൻസസ് നിൽക്കുകയും അതേപോലത്തെ ഈ ഉത്കണ്ഠ, മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് വരികയും ചെയ്യുന്നു. ഇനി ആർത്തവ വിരാമം ഉണ്ടായിട്ടുള്ള സ്ത്രീകളിൽ എന്തുകൊണ്ടാണ് ഹോട്ട് ഫ്ലഷസ് അല്ലെങ്കിൽ ഒരു ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഈസ്ട്രോജൻ്റെ ഹോർമോണിൻ്റെ അളവ് കുറയുന്ന സമയത്ത് നമ്മുടെ ശരീര താപനിലയെ നിയന്ത്രിക്കുന്നത്
നമ്മുടെ ബ്രെയിനിലുള്ള ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ ഈസ്ട്രജൻ കുറയുന്ന സമയത്ത് ബ്രെയിന് നമ്മുടെ ശരീരം ചൂടായി പോയി എന്ന് തെറ്റിദ്ധരിക്കുകയും അതുവഴി നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കാനായിട്ട് ഒരു സിഗ്നൽ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ രക്തക്കുഴലുകൾ പെട്ടെന്ന് വികസിക്കുകയും അതേപോലെ മുഖത്തും അതേപോലെ ദേഹത്തൊക്കെ ഒരു ചൂട് അനുഭവപ്പെടുന്ന പോലെ തോന്നുകയും ചെയ്യും. ഇനി ഇവരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഉത്കണ്ഠ, അതേപോലെ വിഷാദം പോലുള്ള ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. അതിനെന്താണ് ഒരു കാരണം എന്ന് വെച്ചാൽ അധികവും ഈ 45-50 ഏജ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മക്കൾ വലുതായിട്ട് പുറത്ത് പഠിക്കാനോ അല്ലെങ്കിൽ പുറത്ത് ജോലിക്കോ അല്ലെങ്കിൽ അതേപോലെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ പോകുന്ന ഒരു ടൈമാണ്. ആ സമയത്ത് അവർ ഒറ്റപ്പെട്ടു പോകുന്ന പോലൊരു ഫീൽ, അത്രയും കാലം ഈ കുട്ടികളെ ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് അവർ തനിച്ചായി പോയ പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. അതിനെ നമ്മൾ എംപ്റ്റിനെസ് സിൻഡ്രോം എന്നാണ് പറയുന്നത്. ഇത് മെനോപോസൽ ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളിൽ പൊതുവായിട്ട് കാണുന്നതാണ്. അതേപോലെ നോക്കുകയാണെങ്കിൽ ഈ ഈസ്ട്രോജൻ്റെ അളവ് കുറയുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള ഡോപ്പാമിൻ്റെയും അതേപോലെ സെറോട്ടോണിൻ്റെ ഒക്കെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് ഹാപ്പി ഹോർമോണുകളാണ്, നമ്മൾ എന്നാൽ സന്തോഷത്തിൽ വെക്കുന്ന ഹോർമോണുകളാണ്. അപ്പോൾ ഇത്തരം ഹോർമോണുകളുടെ അളവുകളിലും വ്യതിയാനം ഉണ്ടാകുന്ന സമയത്താണ് ഇവർക്ക് ഈ ഉത്കണ്ഠ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ടെൻഷൻ ആവുക, അതേപോലെ ഡിപ്രഷൻ, എന്തോ ഒരു പ്രശ്നം നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്ന്, എന്ത് പ്രശ്നം വന്നാലും അതിനൊരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യാൻ തുടങ്ങുന്നത്. ഇനി ഇവരിൽ ഉണ്ടാകുന്ന വേറൊരു സിംറ്റം നോക്കുകയാണെങ്കിൽ അത് മുട്ടുവേദനയും അതേപോലെ എല്ലുകളുടെ ബലക്ഷയമൊക്കെയാണ്. ഇത് ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് സെയിം ഈ ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ കുറവുള്ളതുകൊണ്ട് ഈ എല്ലുകൾക്കൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ ആവശ്യമുണ്ട്. ഇങ്ങനെ ഇത് കുറയുന്ന സമയത്ത് ഈ ഓസ്റ്റിയോപോറോസിസ് സംഭവിക്കും. എന്ന് വെച്ചാൽ ഈ എല്ലുകളുടെ ബലക്ഷയം അല്ലെങ്കിൽ എല്ലുകൾ പതുക്കെ പതുക്കെ പൊടിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ എല്ലുകളുടെ കട്ടി കുറയുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇത് ഫസ്റ്റ് ഒന്നും ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല, പക്ഷേ പിന്നെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് അവർ എല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഈ എല്ലുകളെയും സന്ധികളെയൊക്കെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു ഏജ് ഗ്രൂപ്പ് ആകുമ്പോൾ മുട്ടുവേദന അല്ലെങ്കിൽ ശരീരവേദന, ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഉണ്ടാവാനായിട്ടും ഒരു കാരണമാവുന്നുണ്ട്. പിന്നെ ഇവരിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് UTI ആണ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. എന്ന് വെച്ചാൽ ചെറിയൊരു ഇൻഫെക്ഷൻ ബാധിച്ചാൽ പോലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ചൊറിച്ചിലും ഇതൊക്കെ അനുഭവപ്പെടുക. അതേപോലെ തന്നെ യൂറിൻ പോകുന്നതിലുള്ള വ്യത്യാസങ്ങൾ, യൂറിൻ അടിക്കടി പോകാൻ തോന്നുക, അതേപോലെ യൂറിൻ പോയി കഴിഞ്ഞാലും ഒരു എരിച്ചിലോ പുകച്ചിലോ പോലെയൊക്കെ തോന്നുക, അത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ബാധിച്ചത് കൊണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇവർക്ക് വരുന്ന വേറൊരു പ്രശ്നമാണ് വജൈനൽ ഡ്രൈനെസ് എന്ന് പറയുന്നത്. വജൈനയിലെ ഭാഗങ്ങൾ ഡ്രൈ ആയി പോവുക, ലൂബ്രിക്കേഷൻ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുന്നതും ഈ ഒരു മെനോപോസൽ ഏജ് ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ലക്ഷണമാണ്. ഇനി ഈ സ്ത്രീകളിൽ മാനസിക സംഘർഷം കുറയ്ക്കാനായിട്ടും അവർക്കൊരു ഫ്രഷ് ഫീൽ തോന്നാനായിട്ട് ഒരു വ്യായാമം, എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നടത്തം തന്നെയാണ്. ഒരു 30 മുതൽ 35 മിനിറ്റ് വരെയൊക്കെ ഒരു ദിവസം നടക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പുതിയൊരു റിഫ്രഷ് ഫീലിംഗ് തരും. അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള ഉന്മേഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാൻ കഴിയും. അതേപോലെ തന്നെ എന്തെങ്കിലും ധ്യാനമോ അല്ലെങ്കിൽ യോഗാസനം പോലുള്ളതോ അല്ലെങ്കിൽ പ്രാണായാമം, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ മൈൻഡിനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാക്സ് സീഡുകളും സോയാബീനും ആണ്. ഇത് രണ്ടും ഈസ്ട്രോജൻ പ്ലാന്റ് ബേസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഈസ്ട്രോജൻ്റെ അളവ് കുറച്ചൊക്കെ പരിഹരിക്കാനായിട്ട് ഈ ഫുഡ്സ് നമുക്ക് ഉൾപ്പെടുത്തുന്നതിലൂടെ സാധിക്കും. അതേപോലെ ഇവർക്ക് ഈ ടൈമിൽ പോഷകക്കുറവ്, അതായത് അയൺ കുറവ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി, അതേപോലെ കാൽസ്യം കുറവൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുന്നതാണ്. ഇപ്പോൾ പാല്, അതേപോലെ തന്നെ മുട്ട. ഇനിയിപ്പോൾ വൈറ്റമിൻ ഡിൻ്റെ സോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂണ് കൊടുക്കാവുന്നതാണ്. അതേപോലെ മുട്ടയുടെ മഞ്ഞക്കരു, ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് ഈ പോഷകാഹാരക്കുറവും ഈ എല്ലുകളുടെ ബലക്ഷയം അത്തരം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സഹായിക്കും. അതേപോലെ ഇവർക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഈ ടൈമിൽ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അവർക്ക് ഈ ടൈമിൽ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നല്ലോണം പ്രോട്ടീൻസ് ആവശ്യമുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുളപ്പിച്ച പയർ, അതേപോലെ കടല, ബാക്കിയുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് നോൺ വെജ് നോക്കുകയാണെങ്കിൽ മുട്ടയുടെ വെള്ള കൊടുക്കാം. അതേപോലെ മീറ്റ് ഐറ്റംസ്, നമ്മൾ ചിക്കൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി ഇവരുടെ മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെയൊക്കെ അമ്മമാർ പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ കടന്നു പോകുന്ന
നമ്മുടെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ അതേപോലത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരാണ് അവർക്ക് കൂടുതലും സപ്പോർട്ട് കൊടുക്കേണ്ടത്, മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഈ മെനോപോസൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ മെൻസസ് നിൽക്കുന്ന ടൈമിൽ പൊതുവെ സ്ത്രീകൾക്ക് വരുന്ന ഒരു അസുഖമാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. അതായത് ഫൈബ്രോയിഡ് മുഴ പോലെ ഉണ്ടാവുക, എന്നിട്ട് അതിൻ്റെ വയറുവേദന കാര്യങ്ങൾ, അതേപോലെ ബ്ലീഡിങ് അധികമായിട്ട് ഉണ്ടാവുക, അങ്ങനത്തെ ഒരു പ്രശ്നം സാധാരണയായിട്ട് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഇഷ്യൂസ് ഉണ്ട്, അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും കൺസൾട്ടേഷനിലും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.